എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളായി ഞാൻ ഇങ്ങനെ ലൈവ് വന്നിട്ട്. അപ്പം പെട്ടെന്ന് ഹസ്ബൻഡ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ടൂറ് പോവാം. ടൂറിന് ഒഫീഷ്യൽ ടൂറാണ്. അപ്പം ഞാനിവിടെ ചെല്ലാൻ പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ ബാർമീർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പാകിസ്ഥാൻ്റെ ബോർഡർ ആണ്. അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നാരങ്ങ സാദം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ട്രെയിനാണ്. അവർ ജമ്മുന്ന് വരുവാണ്. അപ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് ഓൾഡ് ഡൽഹിയിൽ നിന്ന് കയറാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ 2 പേരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 6 പൊതി കിടക്കുക ഉച്ചക്കത്തേക്കിനും വൈകിട്ടത്തേക്കിനോട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണും. നാരങ്ങാ സാദം ഈസിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന്, കേടുകൂടാതെ നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനും പറ്റിയതാണ്. അതിൻ്റെ റെസിപ്പിയും കുറച്ച് വിശേഷങ്ങളും 6 പൊതി അതിൻ്റെ കൂട്ടത്തിൽ മോക്കൂടെ ടിഫിന് കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്തു. അതെല്ലാം കൂടി ഒന്ന് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാൻ 8 പേർക്ക് കഴിക്കാനുള്ള നാരങ്ങാ സാദമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ കടലപ്പരിപ്പിട്ടു, കപ്പലണ്ടി ഇടുക. എന്നിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഫ്രൈ ചെയ്യുക. എന്നിട്ട് എനിക്കിച്ചിരി എരിവ് വേണം. അതുകൊണ്ട് ഞാനൊരു 8 പച്ചമുളക് നല്ലതായിട്ട് ഇട്ടു. പിന്നെ ഉണക്കമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 7 നാരങ്ങ ചെറുതായിരുന്നു, അതുകൊണ്ട് 7 നാരങ്ങയുടെ നീരാണ് ഒഴിക്കുന്നത്. ഇതുപോലെ നാരങ്ങ നീരൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചോറ് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. എന്നാലും കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പുളിയുണ്ടല്ലോ. 4 ഗ്ലാസ് അരിയുടെ ചോറാണ് ഇത്. ഇതിനകത്തേക്ക് നമുക്ക് 2 സ്പൂണ് നല്ലെണ്ണ നല്ലപോലെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നല്ല മണമായിരിക്കും ചോറ് വെക്കുമ്പോൾ. പിന്നെ നമ്മൾ മസാല ആക്കി വെച്ചിരുന്ന ഇതുപോലെ കുറേശ്ശെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈസി ആയിട്ടുള്ളതാണ്. ട്രെയിനിനൊക്കെ പോകുമ്പോൾ 2-3 ദിവസം ഇരിക്കുമ്പം കേടാകത്തേ ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം മമ്മി എന്ത് ചെയ്യുക വെച്ചാൽ മുട്ട പുഴുങ്ങി വെച്ചിട്ട് ഇതുപോലെ എണ്ണയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തു. 2 മുട്ട ഇതുപോലെ പൊരിച്ചും വെച്ചിരുന്നു. അതിനുശേഷം മമ്മി മുളക് ഇടിക്കുവാണ്. ചേമ്പ് പുഴുങ്ങിയിരുന്നു 4 മണിക്ക് കഴിക്കാൻ വേണ്ടി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പരിപ്പ് വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാക്ക് ചെയ്യുക ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോയിൽ പേപ്പറിലാണ് പാക്ക് ചെയ്യുന്നത്. പയറ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചോറിനകത്ത് ഞാൻ പയറ് മെഴുക്കുവരട്ടി ഇട്ട് വെച്ചു. പിന്നെ മുട്ട ഞാൻ പുഴുങ്ങിയത് സെപ്പറേറ്റ് മാറ്റി വെച്ചു. ഇതിൽ പൊരിച്ചതൊക്കെ ആ പയ്യന് വേണ്ടിയാണ്. മുട്ട പുഴുങ്ങിയത് കഴിക്കത്തില്ല. മമ്മി ഇതിൻ്റെ കൂട്ടത്തിൽ മീൻകറിയും കൂടി വെച്ചിരുന്നു. അപ്പോൾ മീൻകറി ഒരു ഡപ്പയ്ക്കകത്തെടുത്തു. അപ്പോൾ മോക്ക് രാവിലെ പോകണമായിരുന്നു. അപ്പോൾ മോക്കും ഫ്രണ്ട്സിനൂടെ ചേർന്നിട്ട് ഞാൻ നാരങ്ങ സാദം പൊതിഞ്ഞു വെച്ചു. ചേമ്പ് പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും പാക്ക് ചെയ്ത് വെച്ചു. ഇനി ഞാൻ 2 പാക്കറ്റാക്കി ഒന്ന് ആ പയ്യന് സെപ്പറേറ്റ് കൊടുക്കാനും ഞങ്ങൾക്ക് സെപ്പറേറ്റ് കൊടുക്കാനും വേണ്ടിയുള്ളത് മാറ്റി വെച്ചു. അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. 9 മണിയാകുമ്പോഴത്തേന് ഇറങ്ങണം. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ദൂരെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടല്ലോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. എനിക്ക് ഇറങ്ങാൻ സമയമായി. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ നല്ല ദൂരെയാണ്, ട്രാഫിക് ജാമാണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഓഫീസിൽ നിന്ന് ഒരാൾ വരും. പിന്നെ നേരെ എൻ്റെ ട്രെയിൻ ലേറ്റാണെന്ന് പറഞ്ഞിരുന്നു. 11:15 10:30 വരേണ്ട ട്രെയിനാണ്.
അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.